ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വടക്കാഞ്ചേരി നഗരത്തിൽ രാവിലെ മുതൽ വൈദ്യുതി മുടങ്ങിയത് വ്യാപാരികളെയും ഉപഭോക്താക്കളെയും ദുരിതത്തിലാഴ്ത്തി. ഫീഡറിലെ അറ്റകുറ്റപ്പണികൾ കാരണം വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് KSEB അറിയിച്ചിരുന്നെങ്കിലും ഈ സന്ദേശം പലർക്കും ലഭിക്കാത്തത് പ്രതിഷേധത്തിന് കാരണമായി. മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന കാര്യം ജനങ്ങൾക്ക് ഉപകാരം വേണ്ടേ? മെസ്സേജ് എത്ര വേണമെങ്കിലും അയക്കാം. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കേണ്ട ഉള്ളിൽ അവരെവിടെയെങ്കിലും ഈ പറഞ്ഞ മാതിരി ദിവസം കത്തിക്കണ്ടോ? തൃശ്ശൂർ കളക്ടറേറ്റിൻ്റെ ഉള്ളിൽ അവിടെ എവിടെയെങ്കിലും എല്ലാ കാലത്തും ഇത് കൊമ്പുവട്ടം നടക്കുന്നുണ്ടോ? ഈ ജനങ്ങൾ ജോലി ചെയ്യുന്നിടത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത്. ഓണക്കാല വിൽപ്പന പ്രതീക്ഷിച്ചിരുന്ന വ്യാപാരികൾക്കാണ് KSEBയുടെ ഈ നടപടി വലിയ തിരിച്ചടിയായത്. താള മുതൽ മൈജി വരെയുള്ള ഭാഗങ്ങളിൽ വൈകുന്നേരം 5 മണിവരെ വൈദ്യുതി മുടങ്ങുമെന്നായിരുന്നു സന്ദേശം. എന്നാൽ കൃത്യമായ അറിയിപ്പ് ലഭിക്കാത്തതിനാൽ പല വ്യാപാരികളും പതിവ് പോലെ കടകൾ തുറന്നു. വൈദ്യുതി ഇല്ലാത്തതിനാൽ തുണികൾ തുന്നിച്ചേർക്കാൻ കഴിയാതെ വന്നതും മഴ കാരണം കടയ്ക്കുള്ളിൽ വെളിച്ചമില്ലാത്തതും കച്ചവടത്തെ സാരമായി ബാധിച്ചതായി AKTA വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് KT രാജൻ പറഞ്ഞു. കാലത്ത് തൊട്ടിട്ട് വൈകുന്നേരം 5 മണി വരെ ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോൾ ആൾക്കാരെ എവിടെ എന്ത് ജോലി ചെയ്തിട്ടാണ് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക? അതുമാത്രമല്ല, ഈ കുട്ടികളുടെ സെലിബ്രേഷൻ സമയം, ഓണത്തിന് ആൾക്കാരുടെ സെലിബ്രേഷൻ സമയം, ഇതൊക്കെ തയ്യൽക്കാരെ വെച്ചിട്ട് വേണം കൊടുക്കാൻ. മാത്രമല്ല, തയ്യൽക്കാരെന്നല്ല, ഈ ഓണക്കാലത്ത് സകല ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു നടപടിയാണ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡ് ഏത് കാലത്തും എന്തെങ്കിലും ഓണായാലും പൂരായാലും മറ്റുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഇത്തരം കാര്യങ്ങളാണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ ഓണത്തിന് മുൻപോ ശേഷമോ നടത്തിയിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാമായിരുന്നുവെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ പറഞ്ഞു. പക്ഷേ ഈ സമയത്തല്ല ഇത് ചെയ്യേണ്ടിയിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ മരം വെട്ടണം എന്നുണ്ടെങ്കിൽ അതൊരു 4 ദിവസം മുമ്പ് അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടോ ചെയ്യാമായിരുന്നു. ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് അത്തം തുടങ്ങിയതിന് ശേഷം ഈ ദിവസങ്ങളിലാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം കച്ചവടം വരുന്നത്. മാത്രമല്ല, ഞങ്ങളൊക്കെ ഒരുപാട് ഐസ്ക്രീം അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. പല കടകൾ ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു സുഹൃത്തുണ്ട് അസി എന്ന് പറഞ്ഞിട്ട്, അയാൾ കട ധൃതി പിടിച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ പോവാം. ആ കട ഇപ്പോൾ ഇന്നലെ കറണ്ട് ഉണ്ടായിരുന്നില്ല, അതേമാതിരി തന്നെ ഇന്ന് കറണ്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ ഓപ്പണിംഗ് എന്നാ വേണ്ടതെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല, കാര്യം വർക്ക് നടക്കുന്നില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സമയമാണ്. പെട്ടെന്നുള്ള ഈ വൈദ്യുതി മുടക്കം ഓണവിപണിയെ ദോഷകരമായി ബാധിക്കുമെന്ന് പ്രമുഖ വ്യാപാരിയായ VV ഫ്രാൻസിസ് പറയുന്നു. കേരള ജനത മൊത്തം ഓണാഘോഷത്തിനായുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാ വ്യാപാരികളും അതുപോലെ തന്നെ ഓണം വ്യാപാരത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അറിയിപ്പോടുകൂടിയാണെങ്കിലും ഈ തിരക്കുള്ള സമയത്തുള്ള ഒരു കറണ്ട് കട്ട് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഫ്രീസറിൽ വെക്കുന്ന ഐറ്റങ്ങളും ഐസ്ക്രീം മറ്റു സാധനങ്ങളൊക്കെ ധാരാളം സ്റ്റോക്ക് ചെയ്ത് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സമയത്ത് കാലത്ത് മുതൽ രാത്രി വരെ കറണ്ടില്ല എന്ന് ഒരു മെസ്സേജ് അയച്ചു എന്നതുകൊണ്ട് ഞങ്ങളുടെ നഷ്ടം ഒഴിവാക്കുന്നതിനുള്ള ഒരു പരിഹാരമല്ല. ഇത്തരം പ്രവൃത്തികൾ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. You are watching VCV News.